നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പ് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഇതെൻ്റെ മോനാണ്, 1.5 വയസ്സായി. ഒരു ഹായ് പറ. ഇന്നത്തെ ടോപ്പിക് ഒരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് കൂടെയാണ്. യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് യൂറോപ്യൻ സ്റ്റൈൽ CV ഫോർമാറ്റ്. ഈ യൂറോപ്യൻ CV ഫോർമാറ്റ് എങ്ങനെ ഉണ്ടാക്കാം, അതിലെന്തൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം, എന്തൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ആ ഒരു മലയാളിക്ക് CV എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ യൂറോപ്പിലേക്ക് ജോലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള CVയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അതിലൊന്നാമത്തെ കാര്യമാണ് യൂറോപ്യൻ സ്റ്റൈൽ CV ഫോർമാറ്റ്. ഒരു ഇന്ന CV ഫോർമാറ്റ് യൂസ് ചെയ്താൽ മാത്രമേ ജോലി കിട്ടൂ എന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ ജോലി കിട്ടിയ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു ഫോർമാറ്റിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് തോന്നി. ഞാനിവിടെ ഒരു ഉദാഹരണമായി ഒരു ടെംപ്ലേറ്റ് കാണിക്കാം. ആ ടെംപ്ലേറ്റിലെ എല്ലാ വരികളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. കാരണം അതിലെ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിൽ പൊതുവായി ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലിംഗ് ആണിത്. ഈ ടെംപ്ലേറ്റിൽ കാണുന്നത് പോലെ 2 കോളമായിട്ടാണ് ഡാറ്റ ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ ടൈറ്റിൽസ്, രണ്ടാമത്തെ കോളത്തിൽ അതിനനുബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്പേസ് യൂസ് ചെയ്ത് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാം. പല സ്റ്റഡീസിലും പറയുന്നത് ഒരു റിക്രൂട്ടർ ഏതാണ്ട് 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ മാത്രമാണ് ഒരാളുടെ CV വായിക്കാൻ ചിലവഴിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വേണം നമ്മുടെ കഴിവുകളെ CVയിൽ പ്രസൻറ്റ് ചെയ്യാൻ. ഒറ്റ പേജുള്ള CV ആണ് ഏറ്റവും ബെറ്റർ. പക്ഷേ അതൊരു ചലഞ്ചാണ്. അത്രയും ഡീറ്റെയിൽസ് ഒറ്റ പേജിൽ ആഡ് ചെയ്യുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2 പേജിൽ കൂടാത്ത ഒരു CV ആണ് ഒരു സാധാരണയായി എല്ലാവരും ഉണ്ടാക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ സ്കൈപ്പ് ID തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു വീഡിയോ മെസ്സഞ്ചർ ID ഈ ഇമെയിൽ IDയുടെ തൊട്ട് താഴെ നിർബന്ധമായും കൊടുക്കണം. കാരണം ഇപ്പോൾ സ്കൈപ്പ് വഴി കുറേ ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. ഈവൻ എൻ്റെ ഇൻ്റർവ്യൂ പോലും ഈ സ്കൈപ്പ് വഴിയായിരുന്നു. ഇനി മറ്റൊരു കാര്യം, ലാംഗ്വേജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജർമ്മനിയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ആണ് നോക്കുന്നതെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയുമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സെക്ഷനിൽ അത് വളരെ ക്ലിയറായി വളരെ ഡീറ്റെയിൽഡായി ഏത് ലെവലാണ് എന്നുള്ളത് എഴുതണം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു ഭാഷയും ഇതോടൊപ്പം ചേർക്കണം. പൊതുവെ ജർമ്മൻ കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് ആണ് പൊതുവെ ആൾക്കാർ ചേർക്കുക. അത് മതി. കാരണം അതിൻ്റെ പുറമെ ഈ ഹിന്ദി, തമിഴ് അല്ലെങ്കിൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജസ് ആഡ് ചെയ്യുന്നത് കാണാറുണ്ട് പൊതുവെ. പക്ഷെ അതിൻ്റെ ആവശ്യം ആക്ച്വലി ഇല്ല. ജർമ്മൻ, ഇംഗ്ലീഷ് ഇത് രണ്ടും മാത്രം ആഡ് ചെയ്താൽ മതി. ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ആക്ച്വലി ഇവിടെ വന്നാൽ മാത്രമേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഒരു ശരാശരി തമിഴന് തമിഴ് ഭാഷയോടുള്ള ഒരു അഗാധമായൊരു സ്നേഹം നമുക്കറിയാലോ. അതേപോലെയാണ് ഈ ജർമ്മൻസിനും ഓസ്ട്രിയൻസിനും അവരുടെ ജർമ്മൻ ഭാഷയോടുള്ളത്. ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും മനഃപൂർവ്വം ഇംഗ്ലീഷ് സംസാരിക്കില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം അതിന് പിന്നിൽ പല ഹിസ്റ്റോറിക്കൽ റീസൺസും ഉണ്ട് അവർക്ക് പറയാൻ. നിങ്ങളുടെ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾ അറിയാവുന്ന ഒരു മുറി ജർമ്മൻ വെച്ചൊന്ന് സംസാരിച്ച് നോക്കൂ. ഇൻ്റർവ്യൂയുടെ മുഖത്തുള്ള സന്തോഷം നിങ്ങൾക്ക് കാണാം. പിന്നെ മറ്റൊരു കാര്യം, ലൈസൻസ് ഡീറ്റെയിൽസ് ആക്ച്വലി വേണം എന്ന് നിർബന്ധമില്ല. അത് നിങ്ങളുടെ ജോലിക്കനുസരിച്ചാവും. ഇപ്പോൾ നിങ്ങൾ ഒരു ഡ്രൈവിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ജോലിയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് ആക്ച്വലി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പൊതുവെ ഈ ഗൾഫിൽ ലൈസൻസ് ഉണ്ട് എന്നുള്ളതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ യൂറോപ്പിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വളരെ സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യണം ത്രൂ ഔട്ട് ദ CV. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു നോർമൽ, ഒരു മീഡിയം ലെവലിലുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്ത് മാത്രം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ അധികം നമ്മുടെ പേര്, ഇമെയിൽ ID, കോണ്ടാക്ട് നമ്പർ, സ്കൈപ്പ് ID മുതലായവ അല്ലാതെ ബാക്കി ഈ നമ്മുടെ
പാരൻസിൻ്റെ നെയിം അല്ലെങ്കിൽ അതുപോലത്തെ കൂടുതൽ പേഴ്സണൽ ഇൻഫർമേഷൻ സി വിയിൽ ആഡ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഈ ടെംപ്ലേറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഇതൊരു ഉദാഹരണമായി കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ ഇതിൽ വരുത്താം. ഇത് യൂറോപ്പിലേക്ക് മാത്രമല്ല, നിങ്ങൾ നാട്ടിൽ വേറെ ഏതെങ്കിലും കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇതേ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ സി വി മാത്രമല്ല, കവർ ലെറ്റർ ഓൾസോ നമ്മൾ പ്രിപ്പയർ ചെയ്യണം യൂറോപ്പിലേക്ക് ഒരു ജോലി നോക്കുമ്പോൾ. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചൊരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ലിങ്കിൽ ഈ ടെംപ്ലേറ്റ് മാത്രമല്ല, അതിൽ വേറെ ചില ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ ഒരു സി വി ഓട്ടോമാറ്റിക്കായി അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.